ഹലോ മീഗോ, ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ തന്നെ 125cc ലൈറ്റസ്റ്റ് സ്കൂട്ടറായ യമഹ റെസിആർ 125 ആണ്. അപ്പോൾ ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാക്കറൗണ്ടും ഒരു ചെറിയൊരു റൈഡ് ഇംപ്രഷനൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു സ്കൂട്ടറിൻ്റെ ബേസ് വേരിയൻ്റ് ആയ ഡ്രം ബ്രേക്ക് വരുന്ന മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സ്കൂട്ടറിൻ്റെ ആക്ച്വലി 3 വേരിയൻസ് വരുന്നുണ്ട്. ഒന്ന് ബേസ് മോഡലായിട്ടൊരു ഡ്രം ബ്രേക്ക് വേരിയൻറ്റ്, പിന്നെ ഡിസ്ക് ബ്രേക്ക് വേരിയന്റ് വരുന്നുണ്ട്, പിന്നെ ടോപ്പായിട്ട് ഒരു റാലി എഡിഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻറ്റിൽ കാര്യമായിട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള ഒരു സ്കൂട്ടറാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് ഒന്നുമില്ല, ഡ്രം ബ്രേക്ക് ആണ്. കൺസോൾ എല്ലാം തന്നെ അനലോഗാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വേരിയന്റിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, പിന്നെ ഡിസ്ക് ബ്രേക്കും. ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഡിസ്ക് വേരിയന്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് നമ്മുടെ ബോഡി പാനലിൽ വരുന്ന കുറച്ച് മെറ്റാലിക് പാർട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ഗാർഡ്, അതുപോലത്തെ ലുക്കിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് വേരിയന്റ് ആണ്. 3 വേരിയൻസിലും പല കളേഴ്സ് അവൈലബിൾ ആണ്. എമയുടെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നമുക്ക് റെഫർ ചെയ്താൽ കളേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു സെഗ്മെന്റിലെ മറ്റു സ്കൂട്ടറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൈസ് കൂടിയ സ്കൂട്ടർ ആണെങ്കിലും ഇതിന്റെ ഈ ഒരു സ്പോർട്ടി ആർമേർഡ് ഫീൽ കിട്ടുന്ന ഡിസൈന് ആ ഒരു ബൾക്കി ഫീൽ തരാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടറിലെ ബോഡി പാനൽ എല്ലാം തന്നെ യമഹ ഒരു ആർമേർഡ് എനർജി കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആർമേർഡ് സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ബോഡി പാനൽസിലൊക്കെ ഒന്ന് തട്ടി നോക്കുമ്പോഴൊക്കെ ആ ഒരു റിജിഡ് സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈബർ ബോഡി ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ സ്കൂട്ടറിൽ വരുന്ന പോലെ തന്നെ ബോഡി ഷേക്കും ഫൈബർ ബോഡിയിൽ വരുന്ന നോയ്സും കാര്യങ്ങളൊന്നും ഈ ഒരു സ്കൂട്ടറിൽ വരില്ല നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. റാലി എഡിഷനിലേക്ക് പോവുകയാണെങ്കിൽ പല ഭാഗത്തായിട്ട് ഈ ഒരു മെറ്റാലിക് പ്ലേറ്റും അവർ പാനലിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രൂ ആർമേർഡ് ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യും റാലി എഡിഷനിൽ. സ്കൂട്ടറിൻ്റെ പല ഭാഗത്തും ഷാർപ്പായിട്ടുള്ള സ്പോർട്ടി ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഷാർപ്പ് എഡ്ജസും അതുപോലെ തന്നെ ആർമേർഡ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഗ്രൂവ്സും കാര്യങ്ങളെല്ലാം തന്നെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കട്ടിങ് എഡ്ജോട് കൂടിയിട്ടുള്ള പാർട്സ് അസംബിൾ ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള ബോഡി പാനൽസ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി പെയിൻറ്റഡ് പോർഷൻസ് വളരെ കുറവാണെങ്കിലും ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി നമുക്ക് ക്ലോസർ ലുക്കിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പാനൽ റീജിയൻസിൽ പെയിൻ്റ് ഒന്നും ഇല്ലാതെ പ്ലാസ്റ്റിക് പാനൽസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ കിട്ടാത്തതിന് കാരണം പല പാനൽസിലും അവർ ടെക്സ്ചേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പല ടൈപ്പ് ടെക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഗ്ലോസി പെയിൻറ്റഡ് പോർഷൻസ് കുറവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാബ് റെയിലിന് തൊട്ട് താഴെയായിട്ട് വലിയൊരു ബ്രേക്ക് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ബ്രേക്ക് ലൈറ്റിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആണ്. ടയറിനോട് ചേർന്നിട്ടുള്ള രീതിയിലുള്ള മഡ് ഗാർഡൊന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നോർമൽ മഡ് ഗാർഡ് അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ബോർഡും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റും എല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് എമ്മിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും.
ഈ ഒരു ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം തന്നെ ഹാലോജൻ ബൾബാണ് വരുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ് പോർഷനിൽ തന്നെ MTയുടെ ലോഗോയുടെ പോലെയുള്ള ഒരു ചെറിയൊരു DRLഉം ഒരു ചെറിയ ടിൻഡഡ് വൈസറും കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വലിയൊരു ഹെഡ്ലൈറ്റും അതിന് താഴെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മഡ് ഗാർഡും കാണാൻ പറ്റും. ഫ്രണ്ട് പോർഷനും വളരെ നല്ല രീതിയിൽ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതും ഹെഡിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ കോർ ഹൈബ്രിഡിൻ്റെ ഒരു ലോഗോയും വൈസറിൻ്റെ ഒരു സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ്റെ താഴ്ഭാഗത്ത് മഡ് ഫ്ലാപ്പിന് തൊട്ട് മുകളിലായിട്ട് ചെറിയ എയർ പോക്കറ്റൊക്കെ കാണാൻ പറ്റും. നമ്മൾ കുറച്ച് താഴെ നിന്ന് നോക്കിയാൽ മാത്രമേ ഇതെല്ലാം നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം എയറോഡൈനാമിക്കലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിയില്ല, എന്നാലും ഒരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. മഡ് ഫ്ലാപ്പിന് തൊട്ട് മുകളിലായിട്ട് നടുവിലായിട്ട് തന്നെ ഒരു സിംഗിൾ ഹോണും നമുക്ക് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പാനലിൽ നമ്മുടെ റേസിയറിൻ്റെ ഒരു ഹിഡൻ എംബ്ലം എന്നുള്ള രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സാധനം നമ്മൾ നോട്ടീസ് ചെയ്യുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലോജൻ തന്നെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ ഉള്ളൊരു ലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് ഹാലോജനാണ്. ഇനി ബാക്കിൽ എഞ്ചിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂളിംഗ് ഫാൻ കാണാം. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്കും നമുക്ക് കാണാൻ പറ്റും. സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിൻ്റെയും എഞ്ചിൻ്റെ എല്ലാം തന്നെ സെൻസർ വയറുകളൊക്കെ പോകുന്ന ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബാക്കിലെ അലോയ് വീലിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സൈലൻസറും നമുക്ക് കാണാൻ പറ്റും. സൈലൻസർ ഗാർഡിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള പാറ്റേൺസും അതുപോലെ തന്നെ യമഹയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിലും ആ ഒരു റഗ്ഡ് ഡിസൈൻ നമുക്ക് കാണാവുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീലിനോട് ചേർന്ന് തന്നെ ഗിയർ ഓയിലിൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ ഡ്രം ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റബിൾ സെറ്റപ്പുകളെല്ലാം തന്നെ കാണാൻ പറ്റും. ആ ഒരു പോർഷൻസ് എല്ലാം തന്നെ ആ ഒരു അലുമിനിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് പോകുമ്പോൾ ലേഡീസ് ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കിക്ക് സ്റ്റാർട്ടർ, അതുപോലെ നമ്മുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കേസിങ്ങും. ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് വരുന്നത്. ഇനി ബാക്കിലെ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ യൂണിറ്റ് സിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അതും ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് അടുത്തായിട്ട് തന്നെ നമ്മുടെ ലേഡീസ് ഫുഡ് റെസ്റ്റും കാണാൻ പറ്റും. ഇനി ഫ്രണ്ട് അലോയ് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രം ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റബിൾ സെറ്റപ്പും ബ്രേക്കിൻ്റെയും കോംബി ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ മീറ്റർ കൺസോളിൻ്റെ ഒക്കെ വയേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മാത്രമല്ല ഫ്രണ്ടിൽ വരുന്നത് കൺവെൻഷണൽ ടെലിസ്കോപ്പിക് ഫോക്സ് ആണ്. ഇനി ഫുഡ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുഡ് ബോർഡിൻ്റെ ഒരു എൻ പോർഷനിലായിട്ട് നമ്മുടെ പില്ലിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഫുഡ് ബോർഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ഫുഡ് ബോർഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. നമ്മുടെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് ബാറ്ററിയിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഭാഗത്ത് അവർ പൊസിഷൻ ചെയ്തത്. ഫുഡ് റെസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ഫുഡ് ബോർഡിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ഗ്രിപ്പിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫുഡ് ബോർഡ് വാളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലായിട്ടൊരു ചെറിയ 1 kg ഹുക്കും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കീ സ്വിച്ചിൽ ഒരുപാട് ലൈൻസും ഇൻഡിക്കേഷൻസും ഒക്കെ കാണുന്ന പോലെ തന്നെ ഇതൊരു മൾട്ടി ഫങ്ഷണൽ കീ സ്വിച്ചാണ്. കീ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓണാവും. ഓണിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് ഓഫ് പൊസിഷനിലേക്ക് വരും. ഇനി ഹാൻഡിൽ ബാർ ലെഫ്റ്റിലേക്ക് ഒടിച്ചതിന് ശേഷം ഈ ഒരു കീ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ലോക്കായി. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി ഹാൻഡ് ലോക്കിലാണുള്ളത്. ഇനി അതേപോലെ തന്നെ പ്രസ് ചെയ്താണ്ട് നേരെ റൈറ്റിലേക്ക് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ലോക്കിന്ന് ഒഴിവാവും. ഇനി പ്രസ് ചെയ്യാതെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് ആക്ഷൻ ഫീൽ ചെയ്യും, ഒരു ജസ്റ്റ് ഒരു ടിക്ക് എന്നുള്ള ഒരു ഫീൽ വരും. അപ്പോൾ നമ്മുടെ സീറ്റ്
സീറ്റ് ഓപ്പൺ ആവും. ഇനി സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ തൊട്ട് നേരെ താഴെയായിട്ട് തന്നെ നമ്മുടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു സ്പാനറും കൊടുത്തിട്ടുണ്ട്. 21 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്ക് ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ കൊള്ളാവുന്നതാണ്. ഇനി ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്യൂൽ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് E20യുടെ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും. എഥനോൾ 20% എഥനോൾ കോമ്പാറ്റബിൾ ആണ് ഈ ഒരു വണ്ടി. ഇനി സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കൂട്ടർ തന്നെ നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വൈഡർ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു കുഷനിങ് ഒക്കെ ഉള്ള സീറ്റ്സ് തന്നെയാണ്. റൈഡർ റീജിയനിലെല്ലാം തന്നെ ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ എമയുടെ ഒരു ബാഡ്ജിങ്ങും ഒക്കെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഗ്രാബ് റീലിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടും വളരെയധികം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ഗ്രാബ് റീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പില്ലണിനൊക്കെ ഒരു ഡിസ്കംഫേർട്ടും ഇല്ലാതെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഗ്രാബ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ സ്കൂട്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗ്രാബ് റീലാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും, ടേൺ ഓണും ടേൺ ഓഫ് ആക്കാനുള്ള. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഹൈ ബീം ലോ ബീമിൻ്റെ ഒരു സ്വിച്ചും പിന്നെ താഴെയായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ചും അതിന് നേരെ താഴെയായിട്ട് ഫോണിൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അനലോഗ് സ്പീഡോമീറ്ററിന് അനലോഗ് ഫ്യൂൽ മീറ്ററും ഓഡോമീറ്ററും ആണ് ഉള്ളത്. ട്രിപ്പ് മീറ്ററോ ക്ലോക്കോ അതുപോലത്തെ ഒരു കാര്യങ്ങളും ഈ ഒരു കൺസോളിൽ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് കുറച്ച് വാണിംഗ് ലൈറ്റ്സ് ആണ്. ഇൻഡിക്കേറ്റർ, ഹൈ ബീം, എൻജിൻ വാണിംഗ് ലൈറ്റ്, അസിസ്റ്റന്റ് ഒരു ഇൻഡിക്കേഷന്, ടോപ്പ് സ്റ്റാർട്ട് സിസ്റ്റത്തിന്റെ ഒരു ലൈറ്റും പിന്നെ ഒരു എക്കോ മോഡലിന്റെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റാണ് ഈ ഒരു കൺസോളിൽ വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൈലൻസ് സ്റ്റാർട്ടും അതുപോലെ തന്നെ ചെറിയൊരു എക്സോസ്റ്റ് നോട്ടൊക്കെ കേൾക്കാം. ഇനി ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ വരുന്നത് 110/90 10" ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. TVSന്റെ യൂറോ ഗ്രിപ്പ് ടയർ ആണ് സ്റ്റോക്കായിട്ട് വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 90/90 12" ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അതും TVSന്റെ യൂറോ ഗ്രിപ്പ് ടയേഴ്സ് ആണ് സ്റ്റോക്കായിട്ട് വരുന്നത്. ഇനി അങ്ങോട്ട് ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു റൈഡിംഗ് പ്രശ്നം കൂടെ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഇപ്പോഴും ബ്രേക്കിംഗ് പീരീഡിൽ തന്നെയാണുള്ളത്. ഏകദേശം ഓൾമോസ്റ്റ് 1000 കിലോമീറ്റേഴ്സ് ആവാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയിൽ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. വണ്ടി നിർത്തിയപ്പോൾ തന്നെ വണ്ടി ഓഫ് ആയിട്ടുണ്ട്. സംഭവം സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ഓണിലായിരുന്നു, അതുകൊണ്ടാണ് വണ്ടി ഓഫ് ആയത്. നമ്മൾ സ്റ്റാൻഡ് തട്ടിയപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ആയി. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ആ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫായി. സൗണ്ട് വളരെ സൈലൻ്റ് ആയതുകൊണ്ട്, ഐഡ്ലിങ്ങിൽ വളരെ സൈലൻ്റ് ആയതുകൊണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് സെൽഫ് സ്റ്റാർട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാൻഡിലാണ് ഉള്ളത്. സെൽഫ് സ്റ്റാർട്ട് അടിച്ചാൽ വർക്കാവില്ല. ഇനി ജസ്റ്റ് സ്റ്റാൻഡ് തട്ടിയിട്ട് സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. അതുപോലെ തന്നെ ഈ വണ്ടി ഫസ്റ്റായിട്ട് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം, ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് വളരെ ചെറുതാണ്. ഈ ഒരു ഗ്രിപ്പ് എനിക്ക് ഓക്കെ ആണ്, പക്ഷേ കുറച്ചും കൂടെ ഒരു നല്ല വലിയ കൈയൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ സ്കൂട്ടറിലും ഇങ്ങനെ ആണോന്ന് എനിക്കറിയില്ല. ടോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓണിലാണ്. ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസോളിൽ എന്നുള്ള ഒരു സിമ്പല് ഗ്രീൻ ആയിട്ട് കത്തി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി താനെ ടേൺ ഓഫ് ആകും. ഈ ഒരു സിസ്റ്റം വർക്കിംഗ് ആണെങ്കിൽ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പല് കൺസോളിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നേരെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്ത് മൂവിങ്ങിലാവും. അപ്പോൾ ആ ഒരു ബ്ലിങ്കിങ് നിന്നിട്ട് ആ ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും.
പിന്നെ ഈ ഒരു അസിസ്റ്റിൻ്റെ ഈ ഒരു ലൈറ്റ് ഇവിടെ കാണാനുണ്ട് കൺസോൾ, പക്ഷേ അത് ഞാൻ ഇതുവരെ കത്തിയിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ്. വണ്ടി ഓടിക്കാനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ത്രോട്ടിൽ ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ബ്രേക്കിംഗ് പീരിയഡ് ആയതുകൊണ്ട് തന്നെ. വണ്ടിയുടെ പവർ ഡെലിവറി ഭയങ്കര ലീനിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല, എന്നാലും നല്ല സ്മൂത്തായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കോർണേഴ്സൊക്കെ എടുത്ത് നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓവർ വൈബ്രേഷൻസ് ഒന്നുമില്ല. ടിപ്പിക്കൽ സ്കൂട്ടറിൽ വരുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ റണ്ണിങ്ങിലൊന്നും വലിയ സീനില്ല. നല്ല സ്മൂത്താണ് വണ്ടി. അപ്പോൾ നമ്മൾ ഏകദേശം സർവീസ് സെൻറ്ററിലെത്തി. ഇനി സർവീസ് ചെയ്യേണ്ടത് കാണാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസിൽ എൻജിൻ ഓയിലും അതുപോലെ തന്നെ ഗിയർ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഫ്രീ സർവീസ് ഈ ഒരു ഗിയർ ഓയിൽ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒരു റിഡക്ഷൻ ഉണ്ടാവും റേറ്റിൽ. അപ്പോൾ ഇനി ത്രോട്ടിൽ ഫുൾ ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ ഇനി കുറച്ച് കാലം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയ്ക്ക് തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.